ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡെറ്റർ സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസിൻ്റെ ഒരു കേസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു കേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയുമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ ഡെറ്റർ സിസ്റ്റം പഠിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ഒരു കൺസേൺ ബ്രാഞ്ച് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മളവിടെ പഠിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ അക്കൗണ്ട്സുകൾ നോക്കും. അപ്പോൾ ബ്രാഞ്ച് അവിടെ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം. ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ആയിരിക്കണം ഇതിൻ്റെ ബാലൻസ് വരേണ്ടിയിരിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ബാലൻസ് ഒരുപോലെ വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വെച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ദർ ആർ സം ട്രാൻസാക്ഷൻസ് വിച്ച് റിക്വേഴ്സ് സ്പെഷ്യൽ അറ്റൻഷൻ. അത് പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ നമ്മുടെ എന്താ പറയുക നോർമൽ ജേണൽ എൻട്രീസ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ചില ജേണൽ എൻട്രീസിൻ്റെ ലോജിക്കൽ സൈഡ് അക്കൗണ്ടിൽ കൂടെ ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കത് അറിയാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പറയുന്ന അത്രയും ലോജിക്കിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനായിട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോണം. ഇവിടെ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ നറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നറേഷനും കൂടെ എഴുതി സമയം കളയണ്ട എന്ന് ഓർത്താണ്. കാര്യം നറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ട്രാൻസാക്ഷനെ നമ്മളൊന്ന് എന്താ പറയുന്നത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മളൊന്ന് എഴുതിയാൽ മതി, ഒന്ന് നറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പ്രത്യേകിച്ചൊരു എന്താ പറയുക കാണാ പഠിച്ച് എഴുതേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഓരോ ട്രാൻസാക്ഷൻ്റെയും നമ്മളൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് ഒരു ഏറ്റവും മിനിമത്തിലൊന്ന് എഴുതി ഒന്ന് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അത് എഴുതി സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ട്രാൻസാക്ഷൻ്റെ നറേഷനും കൂടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആഫ്റ്റർ ഈച്ച് ജേണൽ എൻട്രി ഡെഫിനറ്റ്ലി ഐ വിൽ ജസ്റ്റ് നറേറ്റ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദി നറേഷൻ പോയിന്റ്, മീൻസ് ഏരിയ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ആഗ്ര ബ്രാഞ്ച് ഓൺ 26th December but reached Agra only on 8th January for ₹6,000. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, ഹെഡ് ഓഫീസ് 6,000 രൂപയുടെ ഗുഡ്സ് ആഗ്ര ബ്രാഞ്ചിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് ശേഷം മാത്രമേ ആഗ്ര ബ്രാഞ്ച് അത് റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ, ഹെഡ് ഓഫീസ് അയച്ചു കൊടുക്കുമ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആഗ്ര ബ്രാഞ്ചിൽ എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 6,000 രൂപ. അപ്പോൾ നോക്കൂ, ഇവിടെ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ 6,000 രൂപ ഡെബിറ്റിൽ കിടക്കുകയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ, ഹെഡ് ഓഫീസ് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എക്സസ് കിടക്കുമ്പോഴത്തേക്കും ഹെഡ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ എഴുതിയിരിക്കുന്നതിനെ കുറവ് വരുത്തുക എന്നുള്ളതാണ് അവർ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിൽ നോക്കുന്നത്. ഇവിടെ ഡെബിറ്റിൽ 6,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് 6,000 നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഏത് അക്കൗണ്ടാണ് കാണിക്കേണ്ടത്? ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഏത് അക്കൗണ്ടാണ് കാണിക്കേണ്ടത്? അവർക്ക് ഒരിക്കലും ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്? വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഗുഡ്സ് എന്ന് പറയുന്നത് ആ സമയം മൂവ്മെന്റിലാണ്. ഇറ്റ് ഈസ് ഇൻ ട്രാൻസിറ്റ് ഫോം. Hence, the account to be shown as goods in transit. അപ്പോൾ നമുക്ക് എൻട്രി എന്ന് പറഞ്ഞു നോക്കാം. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട്. എമൗണ്ട് എത്രയായിരുന്നു? 6,000 rupees. ക്ലിയർ ആണല്ലോ? നറേഷൻ എന്തായിരുന്നേ? ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ബ്രാഞ്ച്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം.
Check sent by Agra branch to head office for rupees 12,000 on 28th December, but the same is received by head office only 15 days later. ഇവിടെ ഫസ്റ്റ് ആക്ഷൻ എവിടെയാണ് കിടക്കുന്നേ? ബ്രാഞ്ചിലാണ്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് ചെക്ക് തന്നു, ബ്രാഞ്ച് റെമിറ്റ് ചെയ്യുവാണ്. അവർ സെയിൽസ് നടത്തിയതിൻ്റെ പൈസ റെമിറ്റ് ചെയ്യുന്നൊരു കേസാണ്. പക്ഷേ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ആർക്കത് കിട്ടുകയുള്ളൂ? ഹെഡ് ഓഫീസിന് കിട്ടുകയുള്ളൂ. ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഹെഡ് ഓഫീസിന് അത് സ്വീകരിച്ചിട്ടില്ലാത്തിടത്തോളം കാലം അവർക്ക് ഇവിടെ ഇങ്ങനെ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. അവിടെ ഒരു 12,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എഴുതണം. ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ അത്രയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ റിക്കൺസിൽ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ 12,000 ക്രെഡിറ്റ് നമ്മളിവിടെ കൊടുത്തിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിൽ ഇവിടെയും ഓർത്തോണം, ചെക്ക് മൂവ്മെന്റിലാണ്, ട്രാൻസിറ്റിലാണ്. സോ ക്രെഡിറ്റ് ചെയ്ത് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. വാട്ട് ഈസ് എൻട്രി? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. അപ്പൊ നമുക്ക് എൻട്രി എഴുതാം. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. വാട്ട് ഈസ് എമൗണ്ട്? 12,000 rupees. Is it clear? ഇപ്പോൾ ഇവിടെ നോക്കുക, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനും ക്യാഷ് ഇൻ ട്രാൻസിറ്റിനും ഇത് എവിടെ ഫസ്റ്റ് ആക്ഷൻ എന്നുള്ളതില്ല. എവിടെ നടന്നാലും ശരി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനും ക്യാഷ് ഇൻ ട്രാൻസിറ്റിനും ഡെബിറ്റേ വരുള്ളൂ. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് നിങ്ങൾ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുന്നതെങ്കിൽ എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്നും ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്നും. ആ ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലാണ് നമ്മൾ എഴുതിയിരുന്നെങ്കിലോ എൻട്രി എങ്ങനെ വരുമായിരുന്നു? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. നോക്കുക, ഏത് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കിയാലും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനും ക്യാഷ് ഇൻ ട്രാൻസിറ്റിനും ഡെബിറ്റേ വരത്തുള്ളൂ. അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇത് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കെന്നാൽ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ പോവാം. ആഗ്ര ബ്രാഞ്ച് പെയ്ഡ് rupees 2,000 ടു ഹെഡ് ഓഫീസ് ഒഫീഷ്യൽ ആസ് പാർട്ട് ഓഫ് സാലറി. ഹെഡ് ഓഫീസിൻ്റെ ഒഫീഷ്യലിന് ആഗ്ര ബ്രാഞ്ച് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു സാലറി എന്നുള്ളൊരിതിൽ. ഹെഡ് ഓഫീസിന് വേണ്ടിയുള്ളതാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലുള്ള സാലറി ആയിട്ടാണ് വരേണ്ടത്. പക്ഷേ പേയ്മെൻറ്റ് കൊടുത്ത ആരാണ്? ആഗ്ര ബ്രാഞ്ച്. എത്ര രൂപ? 2,000 രൂപ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് സാലറി ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയോ? ഇല്ല. പകരം ആരാ കൊടുത്തേ? ആഗ്ര ബ്രാഞ്ച്. ക്രെഡിറ്റ് ദ ഗിവർ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. 2,000 രൂപ അപ്പം നമുക്ക് എൻട്രി വരുന്നു. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ആഗ്ര ബ്രാഞ്ച് 2,000. നറേഷൻ എന്താ നമുക്ക് പറയാന്നേ? സാലറി പെയ്ഡ് ബൈ ബ്രാഞ്ച് ഫോർ ഹെഡ് ഓഫീസ് ഒഫീഷ്യൽ. Is it clear? Now, fourth transaction. Goods purchased by Agra branch, but payment for the same made by head office 9,000 rupees. നിങ്ങൾ നോക്കുക, സാധാരണ ബ്രാഞ്ചിന് എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹെഡ് ഓഫീസ് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ബ്രാഞ്ച് വാങ്ങി, അതിൻ്റെ പൈസ ആരാ കൊടുക്കുന്നത്? ഹെഡ് ഓഫീസ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാമല്ലോ. സോ ഗുഡ്സ് വാങ്ങിയിരിക്കുന്നത് ആഗ്ര ബ്രാഞ്ച്. ഡെബിറ്റ് ദ റിസീവർ. ആഗ്ര ബ്രാഞ്ച് നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വേണമെങ്കിൽ എഴുതാം. ക്യാഷ് ആണെങ്കിൽ റിയൽ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബാങ്ക് ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ള രീതിയിൽ. എമൗണ്ട് എത്രയായിരുന്നു? 9,000 റുപ്പീസിൻ്റെ പർച്ചേസസ് ആണ് നടന്നിരിക്കുന്നത്. നമുക്ക് നറേഷൻ എന്ത് പറയാം? ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ബ്രാഞ്ച് ബട്ട് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഓക്കെ, നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. മെഷീനറി ഫോർ ബ്രാഞ്ച് ബോട്ട് ബൈ ഹെഡ് ഓഫീസ് ബട്ട് പേയ്മെന്റ് ഫോർ ദ സെയിം മെയ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് ₹60,000. അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് ഓഫീസ് ആണ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസറ്റിൻ്റെ അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ബ്രാഞ്ച് മെഷീനറി വാങ്ങിയിരിക്കുന്നത് ഹെഡ് ഓഫീസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം.
പക്ഷെ പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആഗ്ര ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് അസറ്റിനെ നമുക്ക് എന്തായാലും ഡെബിറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു സംശയം വേണ്ട. അസറ്റ് ഹെഡ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് വാങ്ങിയിരിക്കുവാണ്. സോ ബ്രാഞ്ച് മെഷീനറി അക്കൗണ്ട് ആരാ വാങ്ങിയിരിക്കുന്നത്? അതിന്റെ പേയ്മെന്റ് കൊടുത്തിരിക്കുന്ന ആരാണ്? ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ള രീതിയിൽ ആഗ്ര ബ്രാഞ്ചിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അസറ്റിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബ്രാഞ്ചാണ് അതിന്റെ പേയ്മെന്റ് നടത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആഗ്ര ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. എമൗണ്ട് എത്രയായിരുന്നു? 60,000 ആയിരുന്നു നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. So machinery purchased by head office and payment made by branch and accounts also kept by head office. അപ്പോൾ ഹെഡ് ഓഫീസിൽ എത്രമാത്രമാണോ അസറ്റ് വാങ്ങിയിരിക്കുന്നത്, ഇന്ന ബ്രാഞ്ചിന് വേണ്ടി വാങ്ങിയത് കൊണ്ടാണ് നമ്മൾ ബ്രാഞ്ച് മെഷീനറി എന്നുള്ള രീതിയിൽ തന്നെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. നൗ അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ഡിപ്രീസിയേഷൻ. ഇവിടെയും ഹെഡ് ഓഫീസാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അസറ്റിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ആകുമ്പോഴത്തേക്കും ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. പക്ഷേ അങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടല്ല ഹെഡ് ഓഫീസ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം ഡിപ്രീസിയേഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് ബ്രാഞ്ചിൻ്റെ മെഷീനറിക്ക് അല്ലെങ്കിൽ അസറ്റുകൾക്ക് വാല്യൂ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബ്രാഞ്ച് മെഷീനറി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡെബിറ്റ് വരുന്നത് കൺസേൺഡ് ബ്രാഞ്ച് അക്കൗണ്ടിനാണ് ഡെബിറ്റ് വരേണ്ടത്. എമൗണ്ട് എത്രയായിരുന്നു? ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 rupees ആണ്. സോ എൻട്രി വിൽ ബി ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് മെഷീനറി ഫോർ ₹6,000. സോ നറേഷൻ വിൽ ബി ഡിപ്രീസിയേഷൻ ഫോർ ബ്രാഞ്ച് മെഷീനറി 3,000 ഡ്യൂറിങ് ദി ഇയർ. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ടു ബി ചാർജ്ഡ്. അപ്പോൾ ഹെഡ് ഓഫീസിന് ഓൾറെഡി എക്സ്പെൻസ് ആയിരിക്കുന്നതായിരുന്നു. അവരവിടെ ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന എക്സ്പെൻസിൻ്റേത് ഒരു പോർഷൻ ആഗ്ര ബ്രാഞ്ചിന് വേണ്ടി നമ്മൾ ചാർജ് ചെയ്യണം. കാര്യം അവർക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് ഓഫീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. എത്ര രൂപയുടെ? 2,500 രൂപയുടെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹെഡ് ഓഫീസിനെ ശരിക്കും പറഞ്ഞാൽ അവരത്രയും ചാർജ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് അല്ല, കൺസേൺ ബ്രാഞ്ചിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് കാണിച്ചാലും തെറ്റൊന്നുമില്ല. പക്ഷേ ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടിയാണ്? ആഗ്ര ബ്രാഞ്ചിന് വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. എമൗണ്ട് എത്രയായിരുന്നു? 2,500 രൂപയാണ് അവിടെ ചാർജ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. നറേഷൻ അപ്പോൾ എന്തെഴുതാം? ചാർജസ് മെയ്ഡ് ഓൺ ബ്രാഞ്ച് ഫോർ ദി സർവീസസ് റെൻറ്റഡ് ബൈ ഹെഡ് ഓഫീസ്. ഇസ് ഇറ്റ് ക്ലിയർ? Now, going to last transaction. Goods transferred from Delhi branch to Kolkata branch. വളരെ ഈസിയാണ്. ഡൽഹി അയച്ചു കൊടുക്കുന്നു, കൊൽക്കത്ത വാങ്ങുന്നു. ആരാ റിസീവ് ചെയ്യുന്നത്? കൊൽക്കത്ത. ആരാ സെൻഡ് ചെയ്യുന്നത്? ഡൽഹി. സോ ഡെബിറ്റ് ദ റിസീവർ, കൊൽക്കത്ത ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ ഗിവർ, കൊടുത്തിരിക്കുന്ന ഡൽഹി ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുക. സോ എൻട്രി വിൽ ബി കൊൽക്കത്ത ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ to Delhi branch. നറേഷൻ എന്താണ്? ഗുഡ്സ് ട്രാൻസ്ഫർഡ് ഫ്രം ഡൽഹി ബ്രാഞ്ച്. എമൗണ്ട് വാല്യൂ എത്രയായിരുന്നു? 4,000 rupees. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് ചിന്തിച്ചാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ മാത്രമേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് വരുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും കൃത്യമായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സാലറിയുടെ ഈ എൻട്രി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആലോചിച്ചാൽ മതി. സാലറി എക്സ്പെൻസ് ആണ്. പിന്നെ ക്രെഡിറ്റ് ഗിവർ എന്നുള്ള രീതിയിൽ ആഗ്ര ബ്രാഞ്ച്. ഇവിടെ ശരിക്കും ഹെഡ് ഓഫീസാണ് പൈസ കൊടുത്തിരുന്നെങ്കിൽ ഡയറക്റ്റ്ലി സാലറി അക്കൗണ്ട് ആയിട്ട് ടു ക്യാഷ് ഓർ ബാങ്ക് വന്നേനെ. ഇനിയും ഹെഡ് ഓഫീസ് വാങ്ങേണ്ട ഒരു കാര്യം ബ്രാഞ്ച് വാങ്ങി.
പൈസ ഹെഡ് ഓഫീസ് കൊടുത്തു. അപ്പം ആരാണോ സ്വീകരിച്ചിരിക്കുന്നത് ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തേക്കുക, ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. മെഷീനറി വാങ്ങിയിരിക്കുന്നു. വാങ്ങേണ്ടത് ശരിക്കും ആരായിരുന്നു? ഹെഡ് ഓഫീസായിരുന്നു. അപ്പം ബ്രാഞ്ച് മെഷീനറി എന്ന് പറഞ്ഞ് വാങ്ങി ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ പേയ്മെന്റ് കൊടുത്തിരിക്കുന്ന ആരാണ്? ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ വരുമ്പോൾ ബ്രാഞ്ച് മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്തേക്കുക, കറസ്പോണ്ടിങ് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേക്കുക. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ, ഹെഡ് ഓഫീസ് ചാർജ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളെ അപ്പോർഷൻ ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, കൺസേൺ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഹെഡ് ഓഫീസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു കൊടുക്കാം. അപ്പോൾ ഏത് ബ്രാഞ്ചാണോ സ്വീകരിക്കുന്നത് ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുക, ഏത് ബ്രാഞ്ചാണോ അത് അയച്ചു കൊടുക്കുന്നത് അവരെ ക്രെഡിറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ഒരു ദിവസം കാണാം. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഞാൻ അതിനനുസരിച്ചുള്ള കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഡേറ്റ് നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ 1, 2, 3 ഇട്ടങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഡേറ്റ് കോളം മീൻസ് 31 ഡിസംബർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാര്യം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ്, ക്ലോസിംഗ് ഡേറ്റിലായിട്ട് നമുക്ക് എഴുതുന്ന രീതിയിൽ നമുക്ക് എഴുതി പോകാം. ഇവിടെ ഞാൻ ജസ്റ്റ് നമ്പർ കാണിച്ചു എന്നുള്ളേ ഉള്ളൂ, ആ ട്രാൻസാക്ഷൻസ് എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് പോകാൻ വേണ്ടി എന്നുള്ള രീതിയിൽ. അപ്പം ശരി, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്